Assalamu alaikum wa rahmatullahi wa barakatuh. How are you guys? Are you fine? നമുക്കറിയാം, നാം ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മുടെ ജീവിതം മാറ്റണം. നമുക്ക് നമ്മുടെ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതശൈലി മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ, എനിക്കെൻ്റെ ജീവിതശൈലി മാറ്റണം, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നാം തീരുമാനിക്കണം. നമ്മുടെ ജീവിതശൈലി മാറ്റണമെങ്കിൽ നാം തന്നെ തീരുമാനിക്കണം. അതിനുവേണ്ടി 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാസം മാറ്റിവെക്കണം. എന്തിനാണ് 1 അല്ലെങ്കിൽ 2 3 മാസം എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഈ തുടങ്ങാൻ ഭയങ്കര ട്രബിളാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര തടസ്സമുള്ള സംഗതിയാണ്. തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഓൻ്റെ ബാക്കി കാര്യം മൊത്തം പോക്കാം. അതുകൊണ്ട് നാം 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം നാം പരിശ്രമിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടി നാം പരിശ്രമിച്ചാൽ, നാം ആരായി? നമ്മുടെ ജീവിതം മാറ്റി നാം സക്സസ്ഫുള്ളായി. ആ തീരുമാനത്തിലേക്ക് തന്നെ നാം എത്തിപ്പെട്ടു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, നമ്മുടെ ദർസിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഹബീബുള്ള എന്നുള്ള ഉസ്താദ്. നമ്മുടെ സീനിയറാണ്, നമ്മുടെ കൂടെ പഠിച്ച ഒരു മുതഅല്ലിമും കൂടിയാണ്. ആ ഉസ്താദ് പലപ്പോഴും ഹദീസുകൾ ഇങ്ങനെ മനഃപ്പാഠമാക്കാൻ തുടങ്ങും. ഓരോ വർഷത്തോളം ഇങ്ങനെ വരുന്ന നമ്മുടെ മുബർക്കശ് എന്ന പരിപാടിയിൽ ഹദീസ് മുസാവക്കയിലൊക്കെ ഫസ്റ്റൊക്കെ വാങ്ങി ഒരേ ഹദീസൊക്കെ പഠിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കും. ആ ഹദീസുകൾ ഇങ്ങനെ പഠിച്ച് ഉന്നതയിലേക്ക് എത്തി. ഓരോ വർഷം കൂടുമ്പോഴും ഓരോ 100 ഹദീസുകളൊക്കെ ഇങ്ങനെ കൂടി അദ്ദേഹം പഠിച്ച ഹദീസുകളെ വെച്ച് അദ്ദേഹം ഡിഗ്രി ചെയ്തു, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ചെയ്തു. യെസ്, അത് എവിടുന്നാന്ന്? നമ്മുടെ ഈജിപ്ത് അസ്ഹറിൽ നിന്നാണ്. ആ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെയാണ് അദ്ദേഹം അവിടുന്ന് കീന് വന്നത്. എന്താണ്, അവർ ഓരോ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ കുറേ ഹദീസുകൾ ഇങ്ങനെ പഠിച്ച് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തി. അങ്ങനെ ഓരോ സമയത്തിലേക്കും നാം ഇങ്ങനെ നീക്കി വെച്ചാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണാൻ പറ്റും, നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും. നാം ഇങ്ങനെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ, കുറേ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊക്കെ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ലൂസിങ് ലൈക്ക് എ മില്യൺ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ കൈവിരൽ കൂടി എത്രയോ ഓപ്പർച്യൂണിറ്റീസുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം ഒന്ന് എണീച്ച് ഒന്ന് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് എത്രയോ അവസരം കിട്ടും, എത്രയോ അവസരം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നാം ഒന്ന് എണീക്കാൻ നാം ഉണരുന്നില്ല. അതാണ് നമ്മളെ വലിയ മിസ്റ്റേക്ക്. നാം ഒന്ന് എണീക്കാൻ പഠിച്ചാൽ ആ ഒരു മടി മാറ്റി തന്നെ നമ്മൾ എത്രയോ ബെറ്ററായി. അതുപോലെ തന്നെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കിട്ടും? ഹൗ ക്യാൻ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്? നമുക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒന്നാമതായി നമ്മുടെ ഈ പുസ്തകങ്ങളൊക്കെ കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ എബിലിറ്റീസിനെ നാം നോക്കണം. നമുക്ക് എന്ത് എബിലിറ്റീസാണ് ഉള്ളത്? നമ്മുടെ എബിലിറ്റീസിനെ നാം തന്നെ ഒന്ന് നോക്കണം. നമുക്കെന്ത് എബിലിറ്റീസാണ് ഉള്ളത്? നമുക്കെന്ത് കഴിവുള്ളത്? നമുക്ക് എന്തിലാണ് കഴിവുള്ളത്? ആ കഴിവുള്ളതിലേക്ക് നാം നോക്കണം. അതെങ്ങനെ തിരിച്ചറിയൽ? നമ്മുടെ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ചങ്ങായിമാർ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാർ നാം എന്ത് ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യത്തിൽ അവർ പറയും, നീ ചെയ്തത് ഉഷാറാണ്, നീ നീ ചെയ്തത് സെറ്റപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നീ പ്രസംഗിക്കാൻ ഉഷാറാണ്, അല്ലെങ്കിൽ നീ പാടാൻ ഉഷാറാണ്, നിനക്ക് ഇതന്നെ ചെയ്തുകൂടെ, നിനക്ക് ഇതിലെന്നെ ജീവിതമാർഗ്ഗം ഇതിലെന്നെ കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ എബിലിറ്റിയാണ്, നിങ്ങളുടെ കഴിവാണ്. അതിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം. അതിലേക്ക് തന്നെ നിങ്ങൾ ആ കഴിവിനെ നിങ്ങൾ ഉഷാറാക്കാൻ നോക്കണം. പിന്നെ പറഞ്ഞത്, ആ കഴിവിനെ ഷാർപ്പ് ചെയ്ത് നിങ്ങളെ സ്കില്ലുണ്ടല്ലോ, ആ കഴിവിനെ ഷാർപ്പ് ചെയ്ത് ആ സ്കില്ലിനെ നിങ്ങൾ മൂർച്ചം കൂട്ടണം. അതെങ്ങനെയാ? നമുക്ക് ഓടാനറിയാം,
നമ്മൾ ഉസൈൻ ബോൾട്ടിനെ അറിയാം നിങ്ങൾക്ക്? ഉസൈൻ ബോൾട്ടിനെ അറിയില്ലേ? ഈ ഉസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ സംഗതി, അയാൾ ആരാന്ന്? ജമൈക്കൻ 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ വേൾഡ് റെക്കോർഡുള്ള ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് ഉസൈൻ ബോൾട്ട്. ഈ ഉസൈൻ ബോൾട്ടിന് ഓടാൻ അറിയാം. പക്ഷെ ഇയാൾ എന്താക്കി 20 വർഷത്തോളം ഇയാൾ ഓടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടത്തിലേക്ക് ഇങ്ങനെ ഊർജം, അദ്ദേഹത്തിന് സ്കില്ലുണ്ടല്ലോ, ഓടാൻ അറിയുന്ന ഒരു എബിലിറ്റി അല്ലേ, ആ എബിലിറ്റിനെ അദ്ദേഹം ഓടി 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 അതിനെ മൂർച്ചം കൂട്ടി. ആ മൂർച്ചം കൂട്ടിയതിലാണ് അദ്ദേഹം ഓടുന്ന ഓരോ സെക്കൻഡിനും ഓരോ മില്യനായിട്ട് അദ്ദേഹത്തിനും സമ്പാദിക്കാൻ പറ്റിയത്. ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 2 ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് 115 സെക്കൻഡുകൾ അദ്ദേഹം ഓടി റെക്കോർഡുകൾ കിട്ടി. ആ ഒറ്റ സെക്കൻഡിന് 1 മില്യനാണ് അദ്ദേഹത്തിന്റെ വാല്യൂ, ടൈം വാല്യൂ. അതിനു വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്നത് 20 വർഷമാണ്. എന്നെ ഷാർപ്പ് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലിന് നിങ്ങൾ ഷാർപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞത്, നിങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള 2ാമത്തെ കാരണമായിട്ട് നിങ്ങളെ എബിലിറ്റീസിനെ ഷാർപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. 3ാമതായിട്ട് നമ്മുടെ മഹാന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ സെൽഫ് പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ കഴിവുണ്ടാവല്ലോ, അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പറയുന്നില്ല ഓമെല്ലാം പാട്ടുകാരനാണോ അല്ലെങ്കിൽ ഓമെല്ലാം മോട്ടിവേറ്ററാണെന്ന് ആരും പറയുന്നില്ല. നമ്മൾ തന്നെ എവിടെയെങ്കിലും പോയിട്ട് പറയണോ അക്ക് മോട്ടിവേറ്റ്, ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരൻ, ഞാൻ ഒരു പാട്ട് പാടാം. അതിനൊക്കെ ഞാൻ ഒരു പ്രസംഗം പറയുന്ന ആളാണ്. പക്ഷെ ഓനും മറ്റുള്ള സദസ്സൊന്നും പ്രസംഗിക്കൂല. ഓമെല്ലാം പോയിട്ട് പറയും അക്ക് പ്രസംഗിക്കാൻ അറിയാം, ഞാൻ ഒന്ന് പ്രസംഗിച്ച് കാണിച്ചു തരാം, എൻ്റെ എബിലിറ്റി ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ, എൻ്റെ കഴിവിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ 3 കാര്യം ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയില്ലേ? 1ാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയില്ലേ? ഒരിക്കൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരെങ്കിലും മയ്യിത്ത് നിസ്കരിച്ചവരുണ്ടോ? ഇന്ന് ആരെങ്കിലും മയ്യിത്ത് നിസ്കരിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. അതുപോലെ തന്നെ 2ാമത് ചോദിച്ചു, ആരെങ്കിലും ഇന്ന് നോമ്പ് നോറ്റവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. അതേ കണക്ക് 3ാമതൊരു ചോദ്യം ചോദിച്ചു, ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? അന യാ റസൂലല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ഉത്തരം പറഞ്ഞു. പിന്നെ 4ാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. ഓരോ അവസരം കിട്ടുമ്പോൾ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അവസരത്തെ തേടി ആരും പറയാണ്ട് തന്നെ ആ അവസരത്തെ തേടി പോയി പിടിക്കുക ചെയ്ത്. അല്ലാണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട് വേമ്പൂര് നിസ്കരിക്കണം, വേമ്പൂര് ജനാസ നിസ്കരിക്കണം, വേമ്പൂര് രോഗിയെ സന്ദർശിക്കണം, അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഒരു അവസരം കിട്ടി അത് പോയി ചെയ്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസരങ്ങളെ തേടിപ്പിടിക്കാൻ നോക്കണം. അവസരങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വരൂല, നിങ്ങൾ വിളിച്ചാൽ വരൂല. അതിനുവേണ്ടി നമുക്ക് അവസരം തേടിപ്പിടിക്കാൻ നിങ്ങൾ പോകണം. അതാണ് നമ്മുടെ 2 വ്യക്തികൾ, 2 സുഹൃത്തുക്കളാണ്. ഒരുത്തന് ഭയങ്കര മൈൻഡ് സെറ്റാണ്, ഒരുത്തന് ഭയങ്കര ഐസെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യാൻ പോകുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കും നാം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഈ 2ാമത്തെ കൂട്ടുകാരനില്ലേ, ഓൻ എന്താക്കാൻ അറിയാം, ഐസെറ്റ്. നാം ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റും, മെല്ലെ തട്ടിവിട്ട് പോകും. ഈ ബുദ്ധിയുള്ള ആൾക്കാർ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ചിന്തിച്ചു നോക്കും, എന്നിട്ടാണ് പ്രവർത്തിക്കല്. വിഡ്ഢികൾ എന്താക്കാന്ന് വെച്ചാൽ ആദ്യം ചെയ്യും, ആദ്യം എന്തെങ്കിലും പ്രവർത്തിക്കുക ചെയ്യും, പിന്നെ ചിന്തിക്കും ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, എന്നെ അവസരം കിട്ടുമോ, എനിക്കെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാം ഈ 2 വ്യക്തികളിൽ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു, പത്രങ്ങളിലെല്ലാം നോക്കിയിരിക്കുന്നു. 2ാമത്തെ മൈൻഡ് സെറ്റുള്ള ചെക്കനിൽ ഓൻ എന്താക്കി, വേഗം പോയിട്ട് ഒരു വളണ്ടിയർ ജോലി വാങ്ങിയിട്ട് ആദ്യം ഓൻ ചെയ്തത് ആ വളണ്ടിയർ ജോലി നല്ല ഉഷാറായി ചെയ്ത് അങ്ങനെ ഡെവലപ്പായി. അവർ വളണ്ടിയർ ജോലി സെറ്റപ്പായിട്ട് ഓർക്ക് ആ മാസത്തിലെ
നല്ല ബെസ്റ്റ് വളണ്ടിയർ എന്നുള്ള അവാർഡും കിട്ടി. എന്നിട്ട് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടാകുമ്പം അവിടുത്തെ ബെസ്റ്റ് മാനേജർ അവിടെ നിന്ന് പോവുകയാണ്. ആ ജോലിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് ചർച്ചയായി, നമുക്ക് ഇവിടുന്ന് നല്ലൊരു മാനേജറെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാരെല്ലാം പറഞ്ഞു ഓന് ഉസാറാന്ന്. അപ്പോൾ ഓനെ കയറ്റ. അതാണ് മൈൻഡ് സെറ്റ്. ഓൻ നേരത്തെ വെച്ച് നല്ല വൃത്തിക്ക് ചെയ്താൽ ഓർക്ക് നല്ലത് ചെയ്യാൻ പറ്റും. ആ ഒരു അവസരം ഓൻ നേരത്തെ കണ്ടുവെച്ച് അങ്ങനെ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ പ്രിയ മുഅ്മിനീങ്ങളെ, അവസരങ്ങളെ തേടിപ്പിടിക്കണം. അത് നിങ്ങളുടെ അടുത്തേക്ക് കയ്യിലേക്ക് വരൂല. അതിനുവേണ്ടി നിങ്ങൾ നല്ലോണം പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.